എന്നിട്ട് പരിപാടി മക്കളെ. അങ്ങനെ ഞാൻ വീണ്ടും ഇന്നൊരു ദിവസം കൂടി നിൽക്കാന്നുള്ള അവസ്ഥയായി. എന്താ വെച്ചാലേ ബ്രീത്തിങ് ഭയങ്കര സീനാണ്. അങ്ങനെ ഇന്നിപ്പോൾ നടന്നിട്ട് എങ്ങനെയായാലും കപ്പൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒന്നും പോകുന്നില്ല ഇവരേക്ക്. ഇപ്പോൾ നടന്നിട്ട് എന്ന് ശരിയാക്കണം. ഇരുന്നിട്ട് പോകണമെന്നില്ല പ്രത്യേകിച്ച്. ഇവിടെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കാണാൻ വിചാരിച്ചിട്ടാ. സൈക്കിൾ എടുക്കണമെന്നില്ല, നടന്നു പോകാൻ വിചാരിച്ചിട്ടാ. നടന്നു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഇരിക്കുക. സൈക്കിൾ കൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറണം വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്തൊക്കെ ചടങ്ങല്ലേ. അപ്പോൾ പിന്നെ നടന്നു പോകാൻ വിചാരിച്ചു. ഇത്രയും മഴ പെയ്യായിരുന്നു. മഴ കഴിഞ്ഞല്ലോ. ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇവിടെ എന്തോ പണി നടക്കുക. അപ്പോൾ ട്രെയിൻ അവിടെ നിർത്തിക്കാനുള്ള പരിപാടിയാണ്. പോന്നോന്ന് പറയുന്നുണ്ട്. ട്രെയിനിൻ്റെ പുക വരുന്നത് കാണാൻ വേണ്ടി ഞാൻ ബസ്സാ. മറ്റേ മലയാളം പാട്ടല്ലേ ജയറാമിൻ്റെ സമ്മലിംബതറേമ, അതിലാണ് ഞാൻ കണ്ടുള്ള ഈ ട്രെയിനൊക്കെ ശരിക്കും. പണി നടക്കുക, നമുക്ക് പോവാ. പോവുന്നൊന്നുമില്ല. ഈ കാണാണ് ഡാർജിലിങ്ങിലത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കണ്ടില്ലേ. 1 2 3 4 5 സ്റ്റെപ്പായിട്ട് കാർ പാർക്കിംഗ് ആണ് കണ്ടില്ലേ. കാരണം കണ്ടമാനം പഴക്കമുള്ളതെന്ന് പറഞ്ഞത്. പക്ഷേ ബാക്കിക്ക് അങ്ങോട്ട് എന്തോരുണ്ടെന്നുള്ള അറിയില്ല കേട്ടോ. കയറി നോക്കിയാലും അറിയുള്ളൂ. അപ്പോൾ ഞാൻ മഴ പെയ്ത് തുടങ്ങി. നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും മഴ. നാളെ കാലത്ത് ഇവിടുന്ന് പോകണം. നാളെ സിലിഗുഡി പിടിക്കാനുള്ളതാണ്. സിലിഗുഡി ഇറങ്ങാനുള്ള പരിപാടി നോക്കണം. ഇവിടെ കണ്ടില്ല എല്ലാവരും സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും പുറത്തൊക്കെ വെച്ചിട്ട്. നല്ല കോട തുടങ്ങിയിട്ടാ. ഇവിടെ ഫുൾ ടൈം ഈ കോട 5 കളിയാണ്. ഇവർക്ക് ഈ ടൈമിൽ സ്കൂൾ വിടുന്നതുകൊണ്ടല്ലോ, ഉച്ചയ്ക്ക് വിടുന്നതുകൊണ്ട് പിള്ളേർക്ക് എല്ലാ പിള്ളേരും വരില്ല. ഇങ്ങനെ നേരത്തെ കുറേ എണ്ണത്തേക്ക് കാണുന്നു. ഇവിടെ എന്തിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഫുള്ള് ചിക്കനും മട്ടനും ബീഫും ഒക്കെ കട്ട് ചെയ്യണത് ഒരുമാതിരി മാർക്കറ്റ്. അത് എവിടെയാണെന്ന് അറിയില്ല. അതൊന്ന് പോയി നോക്കി നോക്കണം. പിന്നെ എന്നിട്ട് ഒരു ക്ലോക്ക് ടവർ അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ പോണ വഴിക്ക് മോണാസ്റ്റിയാണ് കൂടുതലുള്ളത്. പിന്നെ ഒരു ടൈഗർ ഹില്ല്, അത് മോളിക്ക് കയറണം 10 കിലോമീറ്ററൊക്കെ. വലിയ ടൈമിൽ കയറാൻ അതൊന്ന് ക്യാൻസൽ ചെയ്യുക. ഡാർജിലിങ്ങിൻ്റെ മറ്റേ റെയിൽവേ അവിടെ നിന്ന് പുക വരും നോക്കി. അത് രസമാണ്. നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് വീഡിയോസ് എടുക്കും. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ അവിടേക്ക് വീണ്ടും എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മാർക്കറ്റിലെ കാഴ്ചകൾ എന്താണെന്നൊക്കെ നോക്കിയാൽ നമുക്ക് ഇവിടെ കണ്ടില്ല. ഇങ്ങനത്തെ കുറേ സ്വീറ്റ്സുകളുണ്ട്. കണ്ടില്ല ബണ്ട് പോലത്തെ കുറേ സാധനം 140 രൂപ. ബിഗ് കേക്കിന് 140 രൂപ. ഫുള്ള് തിരക്കാട്ടോ അവിടെ എത്തിപ്പോൾ. ഇവിടെ എവിടെയാണ് എന്നെ കൊടുത്തിട്ട് സൈക്കിളുകൾ ഒന്ന് ഇറക്കിയത് നടന്നത്. ഇവിടെ അല്ല കുറച്ചുകൂടി ബാക്കി ഇറങ്ങിയിട്ടാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്കൂൾ യൂണിഫോമാണ് പിള്ളേർക്ക്. നല്ല സ്ഥിതി. നല്ല തീ കൂടെ ഉണ്ടെന്ന് പോയി നടന്ന ഡോക്ടറെ കാണിക്കാൻ. ഇന്നലെ മിഞ്ഞാന്നല്ല പോയത്. മിഞ്ഞാന്നാണ് പോയത് ഡോക്ടറെ കാണിക്കാൻ. കണ്ടില്ലേ ആ കേക്ക് ഐറ്റംസ് കുറേ ഉണ്ട് ഇവിടെ. ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇവിടുത്തെ സ്പെഷ്യൽ സാധനം കൊണ്ടിട്ട് അത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് കാണാത്ത ടൈപ്പ് വെറൈറ്റി സാധനമല്ല ഉണ്ട്. ഈ കാണാനാണ് ഇവിടുത്തെ ടാക്സി ബസ് സ്റ്റാൻഡൊക്കെ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജോർദാനിൽ കഴിഞ്ഞ ദിവസം വരുമ്പോൾ വന്ന് നിർത്തുന്ന വണ്ടി സിലിഗുഡിയിൽ നിന്ന് എല്ലായിടത്തും വരുന്ന വണ്ടികൾ കൊടുത്തിട്ട് ഈ സെൻ്ററിൽ നിർത്തുക. കണ്ടില്ലേ സുമോണ് ഏറ്റവും കൂടുതൽ ഇവിടെ ടാറ്റ സുമോ. ഇവിടെ നടക്കാം. നല്ല തിരക്കാണ്. ഫുള്ളും മെഡിക്കൽ ഷോപ്പ് ഫുൾ തിരക്കാട്ടോ അവിടെ. കണ്ടില്ലേ ടാറ്റ സുമോണ് ഏറ്റവും കൂടുതൽ ഇവിടെ. കണ്ടില്ലേ ഫുള്ള് ടാറ്റ സുമോ 5 കളിയാണ്. ടാറ്റ സുമോ ഉണ്ട്, ബലോറുണ്ട്. പക്ഷേ ടാറ്റ സുമോ ഉണ്ട് ഏറ്റവും കൂടുതൽ. കണ്ടില്ലേ ഫുള്ള് ടാക്സിയുള്ള 5 കളി എന്ന് പറഞ്ഞാൽ ടാക്സി. ഞാൻ പറഞ്ഞില്ലേ ജോർദാനിന്ന് ഞാൻ ടാക്സി എടുക്കുമ്പോൾ നമ്മളവിടെ ബുക്ക് ചെയ്തിട്ട് ടാക്സി സ്റ്റാൻഡിനായിട്ട് സെപ്പറേറ്റ് ഇതുണ്ട്. നമ്മൾ സാധാ അവിടെ പോയിട്ട്
കാറിൽ കയറി പോവല്ല, അവിടെ നിന്ന് ബുക്ക് ചെയ്ത് പിടിച്ച് കൊടുന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. പിന്നെ പോകും വഴിക്കുള്ളതുണ്ട് വേറെ. മെയിനായിട്ട് അവിടെ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഇവിടെ എത്ര തന്നെ കണക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. വേണ്ടില്ല സ്ട്രീറ്റ് ഫുഡുകളും മോമോസ് കാര്യങ്ങളൊക്കെ നോക്കി ചെറിയ ചെറിയ കടകളാട്ടത്. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ്. ഇവിടെ പെട്രോൾ പമ്പ് ഈ കുന്നിൻ്റെ മുകളിലായിരുന്നു. പെട്രോൾ പമ്പ് കുറവാണ്. നമ്മുടെ ദേശീയ ഷോപ്പ്, വൈൻ ഷോപ്പ്. ജോർദാനിലേക്ക് 33 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഞാൻ 20 കിലോമീറ്ററുള്ള വിചാരിച്ചില്ല കേട്ടോ. 20 അല്ല 33 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. എന്തൊരു പള്ളിയാണത്. എന്നിട്ട് പള്ളിയുടെ പേരെന്നിട്ടാ സെൻറ്റ് റോബർട്ട് HS ഡാർഡലി. ഇതിപ്പോൾ നമ്മൾ കണ്ട മീറ്റിൻ്റെ മാർക്കറ്റൊക്കെ ഉണ്ട്. ഞാൻ അത് കാണാനായിട്ട് വരുന്നത്. അതൊരു മാതിരി ജാതി ഇതാർന്നു കാണാനായിട്ട് ഇതാർന്നു. നമ്മളൊരു കടയിൽ പുള്ളി ഭക്ഷണം കയറിയതാണ്. ഇവിടെ അത് മോമോസ് കൊണ്ടല്ലോ വേറെ വെച്ച് പറഞ്ഞു ഈ മാഗി പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് ചിക്കനൊക്കെ ഇട്ടുള്ള സാധനം പറഞ്ഞു. അങ്ങനെ ഹാഫ് പറഞ്ഞാൽ മതി. ഹാഫിന് ഈ പ്ലേറ്റ് ഫുള്ളായിരുന്നു. ഫുള്ളിന് 100 രൂപ, ഹാഫിന് 50 രൂപ പറഞ്ഞേ. ചിക്കൻ എന്താണെന്നറിയോ? ഫുള്ള് ചിക്കനാണ്. നല്ല എരിവുണ്ട്. ചമ്മന്തി ആട്ടാ. ചൈനീസ് ഡിഷാന്ന് പറഞ്ഞത്. കഴിച്ചോ കഴിഞ്ഞാൽ വേറെ ഒന്നും കിട്ടാല്ല. ശരി കഴിക്കട്ടെ. ഇവിടെ സ്കൂൾ വിട്ട് കൊടുക്കുക. അവിടെ ഫുള്ള് തിരക്കാട്ടില്ല. സ്കൂൾ വിട്ടിട്ട് പിള്ളേരെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് എല്ലാവരും. ഫുള്ള് പിള്ളേർ 5 മണി ഉണ്ടോ സ്കൂള്. പിള്ളേരെ മുഖമൊക്കെ കണ്ടില്ല ജാതി രസങ്ങളാണ്. 1 to 8 ക്ലാസ്സുകാരെല്ലാം ആട്ടുന്നത്. എല്ലാ പിള്ളേരും കയറി വരുന്നുണ്ട് മുകളിൽ നിന്ന്. ഫുൾ പിള്ളേർ 5 കളിയാണ്. നമ്മൾ പറഞ്ഞ മാർക്കറ്റിൽ നിന്ന് തുറക്കില്ല. അങ്ങനെ ഇവിടെ വേറെ എന്തൊരു സാധനം ഉണ്ട് പറഞ്ഞു. അത് പോയി നോക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്തൊരു ഗാട്ടിയ അങ്ങനെ എന്തോ പറയുന്ന സാധനം. അപ്പം അത് പോയി നോക്കാൻ വിചാരിക്കുന്നു. ഫുള്ള് ബ്ലോക്കാണ് പിള്ളേരാ ഫുള്ള്. ഈ കാണാണ്ട ഇതാണ് എന്നിട്ട് പേര്. ഇത് ഗോർക്കിയ ഹാട്ട് എന്ന് പറയണത്. അവിടെ ഒരു മാർക്കറ്റാണ്. നല്ല തിരക്കാന്ന് പറഞ്ഞതിനുള്ളിൽ നോക്കി നോക്കൊന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി പോകേണ്ടിരുന്നാൽ മതി. ഗംഭീര തിരക്കാലം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ. വെജിറ്റബിളിൻ്റെ ആവുന്നുണ്ട്. ഓ ഗംഭീര തിരക്കാലം അതിൻ്റെ ഉള്ളിൽ വരുന്നില്ലല്ലോ. ഫ്രഷ് ക്യാരറ്റ് കൊണ്ടുപോകുക. കപ്പയാണിത്. കപ്പയാണല്ലോ. ഉള്ളി നോക്കി. ഉള്ളി, മത്തങ്ങ, കുറേ സാധനം ഉണ്ട് ഇവിടെ. എയർടെലിൻ്റെ സിനിമ. ഇതൊക്കെ കാരണം മറ്റേ കൈ കൊണ്ട് ഉണ്ടാക്കണമെന്നില്ല. അതാട്ടെ ഹാൻഡ് ക്രാഫ്റ്റ് കണ്ടില്ല എനിക്ക്. ഇതൊക്കെ അവരങ്ങനെ ഉണ്ടാക്കണതാ. കുറേ പാത്രങ്ങൾ, കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഓ ഇത് അപ്പുറത്തേക്ക് എല്ലാ വഴി ഉണ്ടല്ലോ. ഇത് മൊത്തം ഇതൊരു കേക്കാന്ന് തോന്നിട്ടത്.
എന്ത് പപ്സ് പോലത്തെ ഒരു സാധനമൊക്കെ ഇഞ്ചി വാള ഐറ്റംസ് എല്ലാ വഴിക്കുണ്ടല്ലോ. ഇവിടെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ എന്തൊരു സാധനം. എന്തൊക്കെയോ സാധനം ഉണ്ടോ. നമുക്ക് ആദ്യം ഒന്ന് മൊത്തത്തിൽ നടന്നിട്ട് വരാം, നമുക്ക് പിന്നെ നോക്കാം ബാക്കിയുള്ളത്. ചൂടെടുത്ത് തുടങ്ങിയല്ലോ. ഈ സാധനം കണ്ടത് ചായ ഉണ്ടാക്കണം തുടങ്ങി കുലുക്കിയിട്ട് ഞാൻ കാശ്മീർ എവിടെ ഉണ്ട് വെച്ച് കണ്ടല്ലോ ഈ സാധനം. ഇത് ഫുഡിൻ്റെ സെക്ഷൻ എത്തിയിട്ട് വരട്ടെ. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ. കേക്ക് ഐറ്റംസ്, കപ്പലണ്ടി, ഫുഡ് ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കായിട്ട് ഇവിടെ നോക്കി എല്ലാവരും ഫുഡോട് കഴിക്കുകയാണ്. നേരത്തെ അവിടെ നിന്ന് വെച്ച് നഷ്ടമായി, ഇവിടെ നിന്ന് കഴിക്കാൻ ചേർന്നു. ഇതാരത് ഫ്രണ്ടിൽ നടക്കണം. എന്തിട്ടത് ഇതൊക്കെ എന്തൊരു സാധനമാണോ കേട്ടോ. വെറൈറ്റി സാധനമുള്ള എന്തി. ഓ ഫുഡ് ഐറ്റംസ് നോക്കി 9 കട മാർക്കറ്റ് ആയിട്ടുള്ളത് ഫുള്ള് ഫുഡിൻ്റെ മാത്രം കേട്ടോ. അതിൽ എല്ലായിടും നല്ല തിരക്കാണ്, നല്ല കടന്നുകൊണ്ട് ഇവിടെ. എന്നിട്ട് ഞാൻ ഈ സാധനം മറ്റേ ആൾക്ക് വാങ്ങിച്ചത് നടന്നു, പ്രജിത് ബ്രോയ്ക്ക് വാങ്ങിച്ചത് നടന്നത്. കേക്ക് ഐറ്റംസ്, പാനിപ്പൂരി, ഫുള്ള് ഫുഡ് മാത്രം. മോമോസ് എന്തൊരു സാധനം എന്തിട്ടൊക്കെയാണ് ഓട്ടോ. കഴിച്ചോക്കണമെന്നുണ്ടോ ഷൈലാച്ചി. പിന്നെ നമ്മൾ കണ്ടിട്ട് പോവാ. ഈ സാധനം നമ്മൾ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്താണ് മെയിനായിട്ട് ഫുഡിൻ്റെ. എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഐറ്റംസ് അങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനം ഇത് ഭയങ്കര ഇഷ്ടമായി. 10 രൂപ പറഞ്ഞ പാക്കറ്റിൽ അതൊക്കെ ഹാൻഡ് മെയ്ഡ് ആട്ടത്. ഫസ്റ്റ് പ്രൈസ് അതെന്ത് ടിക്കറ്റൊക്കെ എടുക്കണ്ടല്ലോ. നോക്കി നോക്കിയാലോ എന്താന്നുള്ളത്. $200 വേണ്ട. ദോശക്കടയാ. ഇഡ്ഡലി ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നോക്കി ഇവിടെ എന്തിട്ടാണോ അതിന് പറയണ്ടാവെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ കോഴിക്കുട്ടികളാ. അമ്പോ നല്ല കോഴികളെ കുളത്തിൽ കോഴിക്കുട്ടികൾ, ഗിനിക്കോഴി, കോഴിക്കുട്ടികൾ, കോഴിമുട്ട ഒക്കെ ഉണ്ട്. എന്തോരം ഫുഡത്. നമ്മൾ ഇത്ര ദിവസം അവിടെ ഉണ്ടായിട്ട് ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. ഡബിൾ സാധനം നമ്മൾ നേരത്തെ കഴിച്ചത് കൊടുക്കും. ഇതല്ല വേറെ. പോർക്ക് മോമോ, ചിക്കൻ്റെ മറ്റേ സാധനം ഇതാണ്ട്. പോർക്ക് മോമോ പോർക്കിൻ്റെ പീസൊക്കെ ഇരിക്കണ നോക്കി. പോർക്ക് മോമോ നമ്മളന്ന് കഴിച്ചത് എനിക്ക് അത്ര ഇഷ്ടമായില്ല സാധനം. പോർക്ക് മോമോ പിന്നെ അവിടെ വേറെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയായ ബൈ എന്നിട്ടാണോ മനസ്സിലായില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല തിരക്കുണ്ട്. അങ്ങോട്ട് നോക്കി നോക്കാം. പെണ്ണിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഇതൊക്കെ എന്തൊരു സാധനമാണോ അത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി കഴിക്കണ്ടാവും കേട്ടോ. ഇത്രയ്ക്കധികം ഫുഡിൻ്റെ സാധനം എന്ന് പറയുമ്പോൾ എന്താ അല്ലേ. ഫുള്ള് ചൈനീസ് നേപ്പാളി ഐറ്റംസ് ആണ് ഇവിടെ മൊത്തം. ഫ്രൈഡ് ചിക്കൻ നോക്കി. ഫ്രൈഡ് ചിക്കൻ ഫുൾ സാധനങ്ങളാണ് നോക്കി. ഇതൊക്കെ എന്തൊരു സാധനം. ഇത് വെറൈറ്റി ആയിട്ടുള്ള നോക്കി സാധനം. കാണാൻ നല്ല സംഗതി. പോർക്കാണല്ലോ. പോർക്കൻ ചെവി. ഫസ്റ്റ് പോർക്ക്. ഓ
ആടല്ലത് ആടർ വെട്ടി നോക്കി അവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ട് മാർക്കറ്റില്ലേ മാർക്കറ്റിലൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടും ചിക്കൻ എന്തോ ഉണ്ടാവും ചിക്കൻ മോമോ 70 പ്ലേറ്റ് വെജ് മോമോ 50 ചിക്കൻ ചിക്കുക ലോക്കൽ ബീഫ് ഷോപ്പ് നോക്കി ബീഫ് കൊടുക്കുന്നു ലോക്കൽ ബീഫ് ഷോപ്പ് പോർക്ക് എല്ലാ സാധനങ്ങളും കിട്ടാണ്ട് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മാർക്കറ്റ് നല്ല അടിപ്പ് മാർക്കറ്റില്ല നോക്കി പോർക്കിനെ വേണ്ടി കൊടുക്കണത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണോ മാർക്കറ്റ് എന്ത് രസമല്ലേ നമ്മളൊന്നും കഴിക്കുന്നില്ല നമുക്ക് നമ്മളിപ്പോൾ നേരത്തെ കഴിച്ചോളൂ അയ്യോ ഇവിടെ കഴിഞ്ഞു ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് തന്നെ പോകണമെന്നുണ്ട് നമുക്ക് കത്തികളുടെ ഷോപ്പോട്ടെ ഇവിടെ അത് കുഴപ്പം സാധനങ്ങളൊക്കെ അടിച്ചോണ്ട് പോകാൻ പ്രശ്നം നോക്കേണ്ടി വരും നമുക്ക് നീ അത്ര തിരക്കായാറില്ലേ നോർമലായിട്ട് പറഞ്ഞ പോലെ പറഞ്ഞതല്ല കുറേ കള്ളന്മാരുണ്ടെന്നല്ല തിരക്കുള്ളവർക്ക് സാധാരണ ഇത് നോക്കി മീനുകൾ ഹായ് നമ്മുടെ കുറേ കമ്മൽ ഐറ്റംസ് കുറേ സാധനങ്ങളുണ്ടല്ലോ കത്തികൾ നോക്കി കുഞ്ഞിയുടെ ടൈപ്പ് കത്തികളുണ്ടോ ഇവിടെയും പ്ലേറ്റുകൾ ഫുഡ് എല്ലാതും കൂടിയിട്ടുള്ള മിക്സ് ആവുന്നുണ്ട് കേട്ടോ ഇവിടെ മുള കൊണ്ട് തൊപ്പിയും ബാഗൊക്കെ ഉണ്ടാക്കണം നോക്കി തൊപ്പി ബാഗൊക്കെ മുളകര ഹണി തേന ഹണിയല്ല ഹണീബി അത് ഈ പൂ നോക്കിയുള്ള സുഖാണേ പൂവല്ല ചെടി കത്തികളുടെ ഷോപ്പിൽ നല്ല പടപ്പം കത്തികളുണ്ട് കേട്ടോ എന്ത് വലിയ കത്തികളോ നോക്കി അച്ചാർ ഐറ്റംസ് ഇവിടെയും കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് നല്ല തിരക്കായിരുന്നു ഉള്ളിൽ കിടച്ചോടങ്ങിയുള്ളിൽ കയറിയിട്ട് ഓ ഇതിൻ്റെ മോളിക്കൊണ്ടല്ലോ ഇനി കഴിയില്ല ഇന്ന് മോളിൽ നിന്ന് അടിക്ക് ഇറങ്ങിയാലുള്ള വഴിയാണ് കേട്ടോ ഇതുണ്ട് മുളേരെ കൊമ്പ് ചേമ്പിൻ്റെ കൊമ്പ് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് വെച്ച് മോമോ ആലുമീലി ആലുമീലിയാണ് അന്ന് ഞാൻ കഴിച്ചത് മറ്റേ ക്രിക്കറ്റ് കളിക്കാരുടെ അവിടെ നിന്നില്ല ആ പേര് ഓർമ്മ ഉണ്ട് ഭാഗ്യമുണ്ട് അതിന് ഓർമ്മ ഉള്ളത് കേക്ക് ഐറ്റംസ് നോക്കി ഡ്രൈ നോക്കി പോർക്കിൻ്റെ ഷോപ്പിംഗ് സെൻറ്റർ കഴിഞ്ഞു തോന്നുന്നു കേട്ടോ കാണാനില്ല
നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വന്ന വഴിക്ക് ഇറങ്ങണോ മറ്റേ മാപ്പിലൊക്കെ നോക്കട്ടെ എങ്ങോട്ട് പോകണ്ടേ. ഇവിടുന്ന് ഈ വഴി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ എന്തോ കാണിക്കുന്നുണ്ട്. ക്ലോക്ക് ടവർ പോയി നോക്കിയോട്ടോ. അപ്പം സാധാരണ പറഞ്ഞാൽ മാപ്പ് എടുക്കുക, അതിൽ നിന്ന് പുറത്ത് ചെറുതാക്കുക, എന്തെങ്കിലും അടുത്ത് കാണിക്കും അതന്നെ കിടക്കുന്നുണ്ട് നന്നായിട്ട്. ഈ കാണുന്നതാണ് ഡാർജിലിംഗ് ക്ലോക്ക് ടവർ. കണ്ടില്ലേ, പഴയൊരു ബിൽഡിംഗ് ആട്ടത്. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടുന്ന് അറിയില്ല, നോക്കി കണ്ടുപിടിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയില്ലല്ലോ. അവിടെ മുന്നിൽ ആവുന്നുണ്ട്. ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ സമയത്ത് ഈ 2 മണിയാലോ, അത് തെറ്റാലോ. അതിൽ 4 മണി കൊണ്ടാണ് ഇങ്ങനെ പഴയ ക്ലോക്ക് ടവർ ആകുന്നുണ്ട്. ഇത് പള്ളിയാണത്. ഇതാണ് ക്ലോക്ക് ടവർ ഡാർജിലിംഗിലത്തെ. ഇതിൽ സമയം ശരി, അപ്പുറത്ത് തെറ്റാ. അങ്ങനെ ക്ലോക്ക് ടവർ ഉണ്ട്. ഇതാണ് ക്ലോക്ക് ടവർ. ഇവിടെ കണ്ടോ എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു ഡാർജിലിംഗ് മാൾ എന്ന് പറഞ്ഞ മാളുണ്ട്, കാണാൻ പോവാ. എന്തൊക്കെയോ കുറേ വരച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ മാളികളുടെ വഴി എന്ന് പറഞ്ഞാൽ നല്ല രസമാട്ടാ. ഫുൾ ആൾക്കാർ ഇരിക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ എഴുതിയുണ്ടല്ലോ ക്യാമ്പിങ്, സൈക്ലിങ്, ഒരുവിധം നല്ല സൈൻ. എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഡാർജിലിംഗ് വേൾഡ് നൈസസ്റ്റ് പ്ലേസാ. നല്ല സൈൻ കേട്ടോ. മാർക്കറ്റ് ശരിക്കും MG റോഡ് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ സെറ്റപ്പുള്ള വഴിയാട്ടാണെന്നൊക്കെ ഫുള്ള് കടകളായിട്ട്. പിന്നെ പറഞ്ഞാൽ ഡാർജിലിംഗിലത്തെ ടീ എസ്റ്റേറ്റ് എന്ന് അറിയില്ല. പറഞ്ഞാൽ വേൾഡിൽ തന്നെ എത്ര 3-ാം സ്ഥാനത്ത് കണ്ടെന്നാണ് ഡാർജിലിംഗിലത്തെ ടീ നിൽക്കണത്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇവിടെ. സൗണ്ട് മൊത്തം പോയിട്ട് സൗണ്ടൊക്കെ കുറഞ്ഞു കൊണ്ട് ഫുള്ള്. 9 നായിക്ക് പാലോചിച്ച് കൊടുത്തു ഹോട്ടൽ ഫ്രണ്ടിൽ. ഈ ഷോപ്പൊക്കെ നോക്കി കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. ഫുൾ കേക്ക് ഐറ്റംസ് മാത്രമായിട്ട് കണ്ടില്ലേ, ബേക്കറി ഐറ്റംസ് മാത്രം. യാതൊരു സൈൻ കേട്ടോ, ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. നല്ല വ്യൂ ഉണ്ട് തോന്നിട്ട് പുറത്തേക്ക്. അതിൻ്റെ ഉള്ളിൽ ഇത് കുറച്ച് പോർഷ് ആയിട്ടുള്ള ഏരിയ കൊണ്ടിട്ടാ. ശരിയാ, KFC, ഡോമിനോസ് ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ. ഇന്നെങ്കിലും നടക്കാറിങ്ങി നന്നായി, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റിയിടുന്നില്ല. ഞാൻ നാളെ പോകാൻ ചേർത്തി, ഇന്ന് പോകാൻ ചേർത്തി, ഇന്ന് പോകാൻ പറ്റാത്ത നാളേക്കാക്കി. ഭാഗ്യം നോക്കണം അതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. എന്നിട്ടത് ഫോട്ടോസിൻ്റെ ഇതാണെന്നുണ്ട്. സ്റ്റുഡിയോ, ഡാർജിലിംഗ് സ്റ്റുഡിയോ. എൻ്റെ പൊന്നു, ഇത്ര വലിയ സ്റ്റുഡിയോ. അടിപൊളിയായിട്ടാണ് നോക്കിയേ. സിൽവർ ജ്വല്ലേഴ്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. മുകളിലേക്ക് ഒരു സെൻറ്റർ എത്തിയിട്ട് കണ്ടില്ലേ. ഇവിടത്തെ വേറൊരു വൈബ് ആയിട്ടാ. നിങ്ങൾക്ക് വന്നതിന് ശരിക്കും ഇങ്ങോട്ട് വരണം കേട്ടോ. ശരിക്കും അയ്യോ, പ്രാവ് തലയ്ക്ക് പടയ്ക്കും. മുകളിൽ നോക്കി എൻ്റെ പൊന്നു, ഇവിടെ എത്ര സ്ഥലമൊക്കെ ഉണ്ടാ. ഞാനത് കണ്ടില്ലല്ലോ. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഈ കുട്ടിയുടെ ഡ്രസ്സ് നോക്കിയല്ലോ.
ചുറ്റോറ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കടലിൽ. കുറേ കടകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊരു ന്യൂ മഹാക്കൽ മാർക്കറ്റ്, അങ്ങനെ എന്തൊരു മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ. സൈക്കിൾ എടുത്താൽ മാതി പറഞ്ഞോട്ടെ ശരിക്കും അവിടെ എപ്പോഴും മുതലാവുണ്ടാണെന്നുള്ളൂ. പക്ഷേ കുറേ ദൂരമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ പൊന്നു അവിടെ നിന്നുള്ള വ്യൂ നോക്കി രാത്രിലിങ്ങിൻ്റെ ഒന്നാണ്ട് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക.